പത്തനംതിട്ടയിൽ വീണ്ടും സംഘർഷം ഉണ്ടാവുന്നുണ്ട്. അവിടെ ഈ പറയുന്ന യൂത്ത് കോൺഗ്രസ് നേതാക്കളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാൻ നടത്തിയ നീക്കം തടഞ്ഞ അവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. അവിടെ വിജയ് ഇന്ദുജൂടൻ അടക്കമുള്ള നേതാക്കളെ അവിടെ നിന്ന് പോലീസ് ബലം പ്രയോഗിച്ച് മാറ്റുന്ന ദൃശ്യങ്ങൾ നേരത്തെ കണ്ടിരുന്നു. എന്തായാലും അവിടെ പ്രതിഷേധമുണ്ടാവും. നേരത്തെ അറസ്റ്റിലായ യൂത്ത് കോൺഗ്രസ് നേതാവിന് കൈവിലങ്ങ് വെക്കാൻ ശ്രമിച്ചതോടെയാണ് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ പ്രതിഷേധം ഉയർത്തിയത്. തുടർന്നാണ് അവർ സുജിത് സുരേന്ദ്രൻ വിവരങ്ങളുമായി ചേർന്നു. സുജിത്ത്, ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണ് അവിടെ? അറസ്റ്റിലായ യൂത്ത് കോൺഗ്രസ് നേതാവ് ഏതനെ വിലങ്ങ് വയ്ക്കാൻ ശ്രമിച്ചതോടെയാണ് പ്രതിഷേധമുണ്ടായത്. കൂടുതൽ പോലീസ് ആശുപത്രിയിലേക്ക് എത്തുകയും അവിടെ നിന്ന് ഈ പറയുന്ന ഈ വാഹനത്തിന് പുറത്തുനിന്ന് യൂത്ത് കോൺഗ്രസ് നേതാക്കളെ പിടിച്ചു മാറ്റുകയും ചെയ്തു. ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പ്രവർത്തകരെ അനുനയിപ്പിക്കാനുള്ള ശ്രമം അവിടെയുണ്ട്. വാഹനം തുറഞ്ഞ പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് അവിടെ നിന്ന് നീക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ നേരത്തെ കണ്ടത്. സുജിത് സുരേന്ദ്രൻ വിവരങ്ങളുമായി ചേരുന്നു. സുജിത്ത്, ആ പ്രതിഷേധം അവിടെ തുടരുകയാണോ? ഏതൻ എന്നൊരു നേതാവ് അതിനുള്ളിലുണ്ടായിരുന്നു. ഏതനെ വിലങ്ങ് വെക്കാൻ ശ്രമിച്ചു പോലീസ്. അപ്പോൾ അതിലാണ് ഈ പറയുന്ന അവിടുത്തെ യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെ പ്രതിഷേധം അവിടെ ഉണ്ടായത്. ഏതനുണ്ടായിരുന്ന വാഹനത്തിൻ്റെ മുന്നിൽ കയറി നിന്നായിരുന്നു അവിടെ പ്രതിഷേധം. അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ പരാജയപ്പെട്ടതിനെ തുടർന്ന് കൂടുതൽ പോലീസുകാരെത്തി അവിടുത്തെ യൂത്ത് കോൺഗ്രസ് നേതാക്കളെ അവിടെ നിന്ന് മാറ്റുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വലിയ പ്രതിഷേധം തുടരുന്നു. ആരോഗ്യമന്ത്രിക്ക് എതിരെ പ്രതിഷേധിച്ച നേതാക്കളെ അറസ്റ്റ് ചെയ്ത നടപടിയിൽ പ്രതിഷേധിച്ചാണ് യൂത്ത് കോൺഗ്രസിന്റെ പത്തനംതിട്ടയിൽ ഈ കാണുന്ന പ്രതിഷേധം അവിടെ ഉണ്ടായത്. സുജിത് സുരേന്ദ്രൻ തുടരുന്നുണ്ട്. സുജിത്ത്, ഇപ്പോൾ സംഘർഷം അവസാനിച്ചോ? ഹഷ്മി, ഇപ്പോൾ പ്രവർത്തകരെ ഇവിടെ വൈദ്യപരിശോധനയ്ക്കായി എത്തിച്ച അറസ്റ്റ് ചെയ്യപ്പെട്ട ആറന്മുള മണ്ഡലം പ്രസിഡന്റ് ഏതൻ ജോർജിനെയും അതുപോലെ തന്നെ ജില്ലാ ജനറൽ സെക്രട്ടറി ജിതിൻ നൈനാനെയും ഇപ്പോൾ ഇവിടെ നിന്നും വൈദ്യപരിശോധനയ്ക്ക് ശേഷം കൊണ്ടുപോയിരിക്കുകയാണ്. ഇപ്പോൾ നേതാക്കന്മാരുടെ പ്രതികരണം വരികയാണ്. നമുക്ക് പ്രതികരണം ഒന്ന് കേൾക്കാം. ഞങ്ങളുടെ പ്രവർത്തകന്മാരെ കൈവലങ്ങൾ അണിയിച്ചൊന്നും പോകാൻ ഒരു യൂത്ത് കോൺഗ്രസ്സുകാരനെ കൊണ്ടുപോയി ഞങ്ങൾ അനുവദിക്കത്തില്ല. ശക്തമായ സമരം ഉണ്ടാവും. ഒരു കാര്യത്തിലൊരു സംശയമില്ല. അതിനകത്ത് യാതൊരു സംശയവുമില്ല. യൂത്ത് കോൺഗ്രസ് ഏത് രീതിയിലും ഇതിനെ പ്രതിരോധിക്കും. രാവിലെ പൊടിപ്പിള്ളാരുടെ മുന്നിൽ വെച്ച് വലിച്ചിഴച്ചു കൊണ്ടുപോകുന്ന സമീപനം ഇനി എത്രയൊക്കെ ഞങ്ങളുടെ അടുത്ത് എടുക്കുവാൻ ശ്രമിച്ചാലും ഞങ്ങൾ അതിനെയൊക്കെ വേണ്ട വിധത്തിൽ പ്രതിരോധിക്കുവാനുള്ള സംഘവും ശേഷിയും ഒക്കെ ഇവിടെ യൂത്ത് കോൺഗ്രസിന് ഉണ്ട് എന്നുള്ളത് അവർ മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടിയാണ്. ഏതാ? അതെ, വിലങ്ങ് വെച്ച് പോവുകയാണ്. അഹങ്കാരത്തോടു കൂടി എന്തെങ്കിലും പറയുമ്പോൾ വിലങ്ങ് വെക്കടാ, വിലങ്ങ് വെച്ചുകൊണ്ട് പോടാന്ന് പറഞ്ഞത്. ഏതാ, അവൻ കൊള്ളക്കാരനാണോ? അല്ലെങ്കിൽ എന്തെങ്കിലും കള്ളങ്ങൾ ചെയ്തോ? അല്ലെങ്കിൽ ബാക്കി എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ഇവിടെ ചെയ്തോ? കള്ളത്തരമായിട്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാരും ഡിവൈഎഫ്ഐക്കാരന്മാരും CPM-കാരും CPM-ന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്ന് പറയുന്ന അനുസരിച്ച് കേൾക്കുക. അത് സമ്മതിക്കുന്ന പ്രശ്നമേ ഇല്ല. ഇവിടെ പാർട്ടി കളിക്കണ്ട. ഹഷ്മി, രാവിലെ ഇവിടെ നിൽക്കുന്നത് ഇവിടെ യൂത്ത് കോൺഗ്രസ് സമരം ചെയ്യുന്നത്. ഇതേ പോലീസ് സ്റ്റേഷന്റെ പരിധിയിലാണ് ഒരു MLA പഞ്ചായത്ത് സെക്രട്ടറിയുടെ കാലും കൈയും വെട്ടുമെന്ന് പറഞ്ഞത്. ഇന്നലെ നിങ്ങൾ റിപ്പോർട്ട് ചെയ്താണ്. അവർക്കെതിരെ നടപടിയില്ല, ഒന്നുമില്ല. ഒരു സമരം ചെയ്തതിന്റെ വഴി മണ്ഡലം പ്രസിഡന്റ് കയ്യാമം വെച്ച് കൊണ്ടുപോകാം. അതൊന്നും അനുവദിക്കത്തില്ല. അതൊന്നും ഇവിടെ നടക്കത്തില്ല. ഒരുക്കി വെച്ചോളാൻ പറ ഇവിടെ പിണറായിന്റെ പോലീസിനോട്. ഞങ്ങളെല്ലാം വരാൻ അത്രേ ഉള്ളൂ. ഞങ്ങളെല്ലാം കയറും. അത്രേ ഉള്ളൂ. ഞങ്ങളൊന്നും ജയിലിൽ കയറാത്തവരോ ലോക്കപ്പിൽ കിടക്കാത്തവരോ അല്ല. ഇവിടെ കേസിന്റെ പുറത്ത് കേസ്. ഹഷ്മി, ഇപ്പോൾ ഈ പ്രവർത്തകരെ കൂടുതൽ പ്രവർത്തകർ ഇവിടേക്ക് എത്തി. ഇവിടെ ആശുപത്രിയിൽ പത്തനംതിട്ട ജില്ലാ ജനറൽ ആശുപത്രിയിൽ ഒരു പ്രതിഷേധത്തിന് വഴിയൊരുക്കിയത് ഇവിടേക്ക് അറസ്റ്റ് ചെയ്ത ശേഷം വൈദ്യപരിശോധനയ്ക്കായി ഇവിടേക്ക് എത്തിച്ച ആറന്മുള മണ്ഡലം പ്രസിഡന്റ് ഏതൻ ജോർജിനെയും അതുപോലെ തന്നെ ജില്ലാ ജനറൽ സെക്രട്ടറി ജിതിൻ നൈനാനെയും വൈദ്യപരിശോധനയ്ക്കായി പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്ക് എത്തിച്ചു. അതിനുശേഷം ഇവരെ കൊണ്ടുപോകാൻ തുടങ്ങുമ്പോഴാണ് ഏതൻ ജോർജിനെ വാഹനത്തിലേക്ക് കയറ്റാൻ തുടങ്ങിയപ്പോഴാണ് ഇത് എന്ത് കാരണത്താലാണ് അറസ്റ്റ് ചെയ്തതെന്ന് ചോദിച്ചുകൊണ്ട് ജില്ലാ പ്രസിഡന്റ് വിജയ് ഇന്ദുജൂടന്റെ നേതൃത്വത്തിൽ പോലീസുകാരോട് ഈ കാരണങ്ങൾ ചോദിച്ചത്. ഉടൻ തന്നെ ഈ കൂടുതൽ പ്രവർത്തകർ സംഘടിച്ച് മുദ്രാവാക്യം മുഴക്കാൻ തുടങ്ങിയതോടുകൂടി ഈ ഏതൻ ജോർജിന്റെ കയ്യാമം അണിയിക്കാൻ പോലീസ് ശ്രമിച്ചു. ഇതാണ് പ്രവർത്തകരെ കൂടുതൽ പ്രകോപിതരാക്കിയത്. ഇതോടുകൂടി വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധം ഇവിടെ ഉണ്ടാവുകയായിരുന്നു. വാഹനം തടയുകയും പോലീസ് വാഹനത്തിന് മുന്നിൽ പ്രവർത്തകർ കുത്തിയിരിക്കുകയും ചെയ്തതോടുകൂടിയാണ് കൂടുതൽ പോലീസ് എത്തിയത്. ഡിവൈഎസ്പി നന്ദകുമാറിന്റെ നേതൃത്വത്തിൽ എത്തി പ്രവർത്തകരെ അനുനയിപ്പിക്കാൻ ഒരു ശ്രമം നടത്തി. എങ്കിലും ആ ശ്രമം ഫലം കാണാതെ വന്നതോടുകൂടിയാണ് കൂടുതൽ പോലീസ് സ്ഥലത്തെത്തി പ്രവർത്തകരെ പിടിച്ച് നീക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് നീക്കം ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ 2 വാഹനങ്ങളും കടന്നു പോയിട്ടുള്ളത്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിനാണ് രാവിലെ പത്തനംതിട്ട ജനറൽ ആശുപത്രി സാക്ഷിയായത്. ഹഷ്മി, ഓക്കെ, പോലീസുമായി ഒന്നും അവിടെ ഉണ്ടായി. ജിതിൻ ഏതൻ എന്ന 2 നേതാക്കളെ
അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നതിലല്ല, അവരെ കൈവിലങ്ങ് ഈ പറയുന്ന വൈദ്യപരിശോധന കൊണ്ടുവന്നിരുന്നു. അതിനുശേഷം കൈവിലങ്ങ് അണിയിച്ചതിലാണ് അവിടുത്തെ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. അങ്ങനെ കൈവിലങ്ങ് അണിയിച്ചു കൊണ്ടുപോകാൻ അനുവദിക്കില്ല എന്നുള്ളതായിരുന്നു അവരുടെ പ്രഖ്യാപനം. പോലീസ് ജീപ്പിന് മുന്നിൽ നിന്ന് പ്രതിഷേധിച്ചു. കൂടുതൽ പോലീസ് എത്തി. അവരെ മാറ്റിയ വാഹനം കൊണ്ടുപോയി. കൈവിലങ്ങില്ലാതെയാണ് കൊണ്ടുപോയത് എന്നാണ് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന യൂത്ത് കോൺഗ്രസിൻ്റെയും വിവിധ പ്രതിപക്ഷ സംഘടനകളുടെയും ഒക്കെ ആരോഗ്യമന്ത്രിക്കെതിരെ പ്രതിഷേധം തുടരുന്ന ദിവസങ്ങളാണ്. അതിനിടയിൽ ഇന്നലത്തെ ഡിവൈഎഫ്ഐയുടെ ആരോഗ്യമന്ത്രിയുടെ അല്ലെങ്കിൽ മന്ത്രിമാരുടെ വീടുകളിലേക്ക് പ്രതിഷേധം നടത്തിയാൽ പ്രതിപക്ഷ നേതാവിനടക്കം വീടുകളുണ്ടെന്ന് ഓർക്കണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അത് അങ്ങനെയാണെങ്കിൽ ഡിവൈഎഫ്ഐ പ്രതിപക്ഷ നേതാക്കളുടെ വീട്ടിലേക്ക് സ്വാഗതം ചെയ്യുന്ന യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ്റെ പ്രതികരണം ഇന്ന് രാവിലെ കണ്ടു. അപ്പോൾ ആ രീതിയിൽ കൂടി അത് മാറുന്നുണ്ട്. ഇപ്പോൾ പ്രതിഷേധങ്ങളെ നേരിടാൻ ഡിവൈഎഫ്ഐക്ക് ഇറങ്ങുകയാണെങ്കിൽ ആ നവകേരള സദസ്സിന് സമയത്തുണ്ടായ പോലുള്ള കാഴ്ചകൾ കാണേണ്ടി വരുമോ എന്നൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ, വരും മണിക്കൂറുകളിൽ കാത്തിരുന്നു കാണേണ്ടതാണ്.